മനസ്സിലായത് പ്രേക്ഷകർ ഇപ്പോഴും തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്നുള്ളത്. കാരണം വയൽക്കാടിൽ നിന്ന് ചെന്ന ലക്ഷ്മി അടക്കം ലാലേട്ടനോട് പറഞ്ഞ് അക്ബറിന്റെ വീട്ടിൽ നിന്ന് അങ്ങനെ ഒരു വോയിസ് വന്നിട്ടുണ്ടെന്നുള്ളത്. ഹായ് ഗൈസ്, ഫൈനലി അക്ബർ ഖാൻ ഉമ്മാന്റെ വീഡിയോ വന്നിരിക്കുകയാണ്. ഏകദേശം അന്ന് തൊട്ടേ ഈ വിഷയം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കത്തിക്കേറിയിരിക്കുക. അപ്പം തന്നെ ഞാൻ ആലോചിച്ചു, അക്ബർ ഖാന്റെ ഭാര്യ എല്ലാ വിഷയങ്ങളിലും കയറി സംസാരിക്കുന്ന ഒരാളാണ്, എന്തുകൊണ്ട് ഈ വിഷയത്തെ പറ്റി ഒന്നും പറഞ്ഞില്ല. ഇപ്പം അതൊരു വിഷയമായി, ലാലേട്ടൻ വരെ ഇതെടുത്ത് സംസാരിച്ച് ഉമ്മ പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും അക്ബർ ഖാൻ വരെ വന്ന് ബിഗ് ബോസിൽ പറഞ്ഞതോടുകൂടി ഉമ്മാൻ്റെ ഒരു സ്പേസ് ഇവിടെ കയറിയിരിക്കുകയാണ്. ഇപ്പോൾ വിഷയം എന്താണെന്ന് അറിയാത്തവരോട് ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അക്ബർ ബിഗ് ബോസ് ഹൗസിൽ കടന്ന് ഭയങ്കര ദേഷ്യം പിടിക്കലും ചൂടാവലും വിഷയങ്ങളും തല്ലാൻ നോക്കലും വിളിയും അതും ഇതുമായ സമയത്ത് ഉമ്മാക്ക് അക്ബറുമായി സംസാരിക്കാനുള്ളൊരു സ്പേസ് കൊടുത്തു. ആ സ്പേസ് കൊടുത്തതിൽ അക്ബറിൻ്റെ ഉമ്മ അക്ബറിൻ്റെ അടുത്ത് പറഞ്ഞു എന്ന് ഈ ലെസ്ബിയൻ കപ്പിളായിട്ടുള്ള ഈ ആദിലയും നൂറയായിട്ട് അധികം കണക്ഷൻസ് വെക്കണ്ട എന്നുള്ളൊരു കാര്യം. ഇതൊക്കെ കണ്ടിട്ടാണ് നമ്മുടെ വയൽക്കാട് ടീം ഇതിൻ്റെ ഉള്ളിലോട്ട് കയറുന്നത്. അപ്പോൾ വയൽക്കാട് ടീമിലുണ്ടായിരുന്ന ലക്ഷ്മി ഇവരുമായിട്ടൊരു ഇഷ്യൂ വന്ന സമയം ഓപ്പണായിട്ട് ഈ ഒരു കാര്യം എന്ത് ചെയ്തു, തുറന്നു പറഞ്ഞു. ഈ തുറന്നു പറയുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ആദിലയും നൂറയുടെയും ചെവിയിൽ ഈ സാധനം എത്തുകയും നമ്മളൊക്കെ ഡിസ്കസ് ചെയ്യുകയും ചെയ്തതാണ്. പക്ഷെ അത് പറഞ്ഞ് അതൊരു സ്പേസായി, അത് ലാലേട്ടൻ കേട്ടു. ലാലേട്ടൻ വന്നിട്ട് എൻ്റെ വീട്ടിലോട്ട് ഞാൻ ഇവരെ ക്ഷണിക്കും എന്നൊക്കെ പറഞ്ഞൊരു സംഭവമൊക്കെ നടന്നു. അപ്പോഴാണ് ഉമ്മാൻ്റെ ഒരു ഇത്. അപ്പം ആദ്യം തന്നെ ഉമ്മ എന്തൊക്കെയാണ് പറയുന്നതെന്നുള്ളത് നമുക്ക് ഫസ്റ്റ് ഒന്ന് നോക്കാം. പ്രിയപ്പെട്ട ബിഗ് ബോസ് പ്രേക്ഷകരെ, ഞാൻ അക്ബറിന്റെ ഉമ്മയാണ്. ഞാൻ ഈ വീഡിയോയിൽ വരാൻ കാരണം, ഞാൻ എൻ്റെ മോനക്ക് ഫോണിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അവന് കുറച്ച് ദേഷ്യം കൂടിയ സമയത്തായിരുന്നു ഞാൻ അവനക്ക് വിളിച്ചത്. അപ്പോൾ അതൊക്കെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരോടും കൂട്ടുകൂടി കളിക്കേണ്ടെന്ന്. അത് ഇപ്പോൾ ആദിലോടും നൂറാടും കൂട്ടുകൂടിയെന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റാണ് വന്നുള്ളത്. അതെങ്ങനെയാ അങ്ങനെ വന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. ആരോടും കൂട്ടുകൂടി കളിക്കണ്ട എന്നാണ് ഉമ്മ പറഞ്ഞേ എന്നാ പറഞ്ഞത്. ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, അക്ബർ ഖാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി കൂട്ടുകൂടി കളിച്ചത് ആദിലേന്റെയും നൂറേന്റെയും കൂടെയല്ല. പുള്ളി കൂട്ടുകൂടി കളിച്ചത് അപ്പാനി, പിന്നെ ആ ഒരു ഗ്യാങ് ഉണ്ടല്ലോ, ബിന്നി, പിന്നെ എന്താ കുട്ടിയില്ലേ ആ ഒരു സൗണ്ട്, എന്താ റെന ഫാത്തിമ, റെന, ഇവരായിരുന്നു ഒരു ഗ്രൂപ്പിസ് ഉണ്ടായിരുന്നത്. അല്ലാണ്ട് ഇതിൻ്റെ ഒരു സ്പേസിൽ നമ്മളുടെ ആദില നൂറയ്ക്ക് ഉണ്ടായിരുന്നില്ല. ആൻഡ് ഉമ്മ ഇപ്പോൾ വന്ന് പറയുന്ന ഈ സാധനം എന്താണെന്നുള്ളത് എനിക്ക് പേഴ്സണലി എനിക്കറിയില്ല. ഉമ്മ പറയുന്നത് ഉമ്മ പറഞ്ഞിട്ടില്ല എന്നാണ്. ഓക്കെ, അതവിടെ കിടക്കട്ടെ. ഉമ്മ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അന്ന് ബിഗ് ബോസിൻ്റെ ആ ഒരു എപ്പിസോഡിൽ വളരെ വിഷമത്തോടു കൂടി സങ്കടത്തോടു കൂടി നമ്മളുടെ നൂറയും ആദിലയും ഒരുമിച്ച് കടന്ന് കരഞ്ഞ് പറഞ്ഞൊരു സാധനത്തിൽ ഉമ്മ പറഞ്ഞു എന്നാണ്. പിന്നെ എന്തിനാണ് ഉമ്മ അത് ഇവിടെ വന്നിപ്പം ഇല്ലാന്ന് പറയുന്നേ എന്നുള്ള കാര്യം എനിക്കറിയില്ല പേഴ്സണലി. ആരോടും കൂട്ടുകൂടി കളിക്കണ്ടെന്ന് പറയുമ്പോഴത്തേനും ഫോൺ കട്ടായി. ഞാൻ ഇന്ന് ലാലേട്ടന്റെ എപ്പിസോഡ് കണ്ടപ്പോഴാണ് മനസ്സിലായത് പ്രേക്ഷകർ ഇപ്പോഴും തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്നുള്ളത്. കാരണം വയൽക്കാടിൽ നിന്ന് ചെന്ന ലക്ഷ്മി അടക്കം ലാലേട്ടനോട് പറഞ്ഞ് അക്ബറിന്റെ വീട്ടിൽ നിന്ന് അങ്ങനെ ഒരു വോയിസ് വന്നിട്ടുണ്ടെന്നുള്ളത്. ഇവിടെ ഈ ഒരു സിറ്റുവേഷനിൽ ഇപ്പം ഇത്രയും ദിവസം അത് വലിയൊരു ഡിസ്കഷനിൽ ഉണ്ടായിരുന്ന ടോപ്പിക്കാണ്, വലിയൊരു ചർച്ചയിൽ ഉണ്ടായിരുന്ന ടോപ്പിക്കാണ്. അത്യാവശ്യം വീഡിയോ ചെയ്യുന്ന ആൾക്കാരൊക്കെ അത് എടുത്ത് വീഡിയോ ചെയ്തതുമാണ്. അപ്പം അത്രയും കാലം ഒന്നും മിണ്ടാണ്ട് ഇപ്പം ഈ ഒരു സെക്കൻഡിൽ ഈ ഉമ്മ വന്ന് എന്തുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞേ എന്നുള്ള ഒരു കാര്യം എനിക്കറിയില്ല. പിന്നെ ഉമ്മ പറയാത്തൊരു കാര്യം പറഞ്ഞു എന്ന് ഈ ബിഗ് ബോസുകാർക്കോ അല്ലെങ്കിൽ എന്താണ് ഈ ആതിരയ്ക്കോ നൂറയ്ക്കോ പറയേണ്ട ആവശ്യമില്ല. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, എൻ്റെ ഒരു ഡൗട്ട്, ഈ കൺഫെഷൻ റൂമിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഒരു കോൺവെർസേഷൻ എങ്ങനെ ആദിലയും നൂറി അറിഞ്ഞു? അതും എനിക്ക് പേഴ്സണലി മനസ്സിലാവുന്നില്ല. ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നാൾ ഞാൻ എന്താ ഉണ്ടായിരുന്ന ഒരു വിഷയം ഉണ്ടായിരുന്നു, എനിക്ക് ഓർമ്മയില്ല, രേണാസുനെയാവും എന്താ എൻ്റെ പേര്, ഈശ്വര, രേണു സുധീനൊക്കെയാണ് ഞാൻ പറയുന്നത്. ആ ഒരു സൗണ്ട് ഉണ്ടാക്കുന്ന ഒരു കൊച്ചുണ്ടല്ലോ ബിഗ് ബോസിൽ, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ലേ, സോറി. ആ പെർട്ടിക്കുലർ കുട്ടിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പറഞ്ഞ കാര്യങ്ങൾ അനുമോളുടെ നേരക്കാക്കി സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയിരുന്നു ബിഗ് ബോസ്. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേര് റിയാക്ട് ചെയ്തിരുന്നു. അപ്പം അതുപോലുള്ളൊരു സ്ക്രിപ്റ്റ് ആവാനും ഇത് ചാൻസ് ഉണ്ട്. പിന്നെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഏറ്റവും കൂടുതൽ എഗെയിൻസ്റ്റ് ആയി നിൽക്കുന്നത് ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള കുറേ ടീമുകളാണ്. ഞാൻ ഇവരുടെ ലൈവ് വീഡിയോകളിലൊക്കെ കയറി കണ്ടിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ കമൻറ്റ് വരുന്നത് ബഷീർ, ഖാദർ, അക്ബർ, ഈ ടീമുകളാണ്. ഇവരാണ് ഏറ്റവും കൂടുതൽ പറയുന്നത് നീ എന്താ തട്ടിടാത്തത്, നീ എന്താ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് എതിരെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ ടീമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ കുറച്ച് ഏജ് ആയിട്ടുള്ള കുറച്ച് മുസ്ലിം ആയിട്ടുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്നൊന്നും ഇവരെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമെന്നുള്ളതൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ
ഉമ്മ ഇനി പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഇനി പറഞ്ഞ കാര്യം മാറ്റി പറയുകയാണെങ്കിലും ഈ അപ്പോളജൈസ് കാണിച്ച ആ മനസ്സിന് ഒരു കൈയടി. കാരണം ലക്ഷ്മി പറഞ്ഞത് എന്തൊരു വൃത്തികെട്ട സ്റ്റേറ്റ്മെൻ്റ് ആണെന്നുള്ളത് നല്ല ബോധ്യമുണ്ടായിട്ടും ലാലേട്ടൻ വന്ന് അതിനെപ്പറ്റി ചോദിച്ചിട്ടും ഡിസ്കഷൻ നടത്തിയിട്ട് പോലും ലക്ഷ്മി അത് മാറ്റി പറയാൻ തയ്യാറായിട്ടില്ല. ഇവിടെ ഉമ്മയ്ക്ക് ഒരു അബദ്ധം മൂലം പറ്റിയ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും, എന്നാലും ഒരു മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്ന് നിന്ന് അത് അങ്ങനെയല്ല എന്ന് പറഞ്ഞല്ലോ, അതെന്തായാലും നന്നായി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പ്രേക്ഷകർ അങ്ങനെ തെറ്റിദ്ധരിച്ചിരുന്നത്. ആ തെറ്റിദ്ധാരണ മാറ്റാനാണ് ഞാൻ ഇപ്പോൾ ഈ വോയിസ് ഇടുന്നത്, ഇതിൽ വീഡിയോയിൽ വന്നിരുന്നത്. അപ്പൊ ഞാൻ എൻ്റെ മോനാന്ന് പറയുന്നത് എനിക്ക് അഭിമാനം കൊണ്ടിട്ടിരിക്കുന്നതാണ്. അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ഞാൻ ആ മക്കളിനെ എൻ്റെ അക്ബറിന്റെ പോലെയാണ് ഞാൻ കണക്കാക്കിയുള്ളത്. എനിക്ക് അക്ബർ വേറെ, ആ മക്കൾ വേറെ ഞാൻ കണക്കാക്കിയിട്ടില്ല. അവരിനി ബിഗ് ബോസ് ഷോ കഴിഞ്ഞ് വരുമ്പോൾ എൻ്റെ മോൻ്റെ കൂടെ അവരെൻ്റെ വീട്ടിലേക്ക് വരുന്ന വിശ്വസിച്ചിട്ടിരിക്കുന്ന ആളാണ് ഞാൻ എല്ലാവരും സ്നേഹിക്കാനേ പഠിച്ചിട്ടുള്ളൂ. എൻ്റെ മോന് ഞാൻ അതാ പഠിപ്പിച്ചിട്ടുള്ളൂ, എല്ലാവരും സ്നേഹിക്കാൻ. എല്ലാവരും സ്നേഹിക്കുക, എനിക്ക് അത്രേ പറയാനുള്ളൂ. അമ്മ വലിയ വലിയ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. വീട്ടിൽ വരട്ടെ, ആക്കട്ടെ, എന്തായിക്കോട്ടെ. എന്തായാലും തിരിച്ചറിവ് നല്ലതാണ്. തെറ്റ് ഞാൻ വീണ്ടും അന്നും ഇന്നും ഞാൻ പറയുന്നതാണ്, തെറ്റുകൾ പറ്റാത്ത മനുഷ്യന്മാരില്ല. അപ്പം ഞാൻ എൻ്റെ വീഡിയോ ചെയ്യുന്ന സമയത്ത് എൻ്റെ വീഡിയോൻ്റെ താഴെ എനിക്കൊരു ട്രാൻസ്ജെൻഡറും പിന്നെ അതുപോലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ജെൻഡർ പറയാം ലൈൻ ഹണി റോസൊക്കെ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ വന്ന് മെസ്സേജ് അയച്ച് പറഞ്ഞിട്ടുണ്ട്, കുട്ടി വളരെ സയൻറ്റിഫിക്കലി ആണ് ഞങ്ങളുടെ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത്, എവിടെ നിന്നാടാ ഒരു കോമണറായിട്ട് ഇത്രയും അറിവ് കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ 1 മന്തോളം നിങ്ങളുടെ കമ്മ്യൂണിറ്റീനിടയിൽ വർക്ക് ചെയ്തതാണ്. ഞാൻ ഇവരുടെ കമ്മ്യൂണിറ്റീനിടയിൽ വർക്ക് ചെയ്തതുകൊണ്ട് മാത്രമാണ് ഈ തരത്തിലുള്ള വിഷയങ്ങളെ കുറിച്ചിട്ട് എനിക്ക് ഭയങ്കര അടിപൊളിയായി സംസാരിക്കാൻ പറ്റുന്നത്. ഇപ്പോൾ ഡി അഡിക്ഷൻ റിലേറ്റ് ചെയ്തുള്ള വിഷയങ്ങളാണെങ്കിലും എനിക്ക് നന്നായി സംസാരിക്കാൻ പറ്റുന്നത് എൻ്റെ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു മേഖലയാണ് ഈ പെർട്ടിക്കുലർ മേഖലയെങ്കിൽ ചിലപ്പോൾ ഞാനും കുറേ ബ്ലെൻഡേഴ്സ് പറയാം. ഇപ്പോൾ ഈ ഉമ്മാൻ്റെ ഒരു കാലം എന്ന് പറഞ്ഞാൽ പണ്ടാണ്. ആ സമയത്ത് ഉമ്മ ചിലപ്പോൾ മേ ബി ഈ കാറ്റഗറി ഓഫ് കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരെയൊന്നും ഉമ്മ കണ്ടിട്ടുണ്ടാവില്ല. ചിലപ്പോൾ ഉമ്മാനെ സംബന്ധിച്ച് ഇതൊരു പുതിയ കാഴ്ചയാണ്. ഉമ്മയ്ക്ക് ചിലപ്പോൾ ഇത് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഉമ്മ ചിലപ്പോൾ പലതും പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ലേറ്റർ ഓൺ ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അപ്പോളജൈസ് ചെയ്യുന്നതാണ് എന്നും ശരിയായിട്ടുള്ള കാര്യങ്ങൾ. ഈ ലോകത്തുള്ള ഒരു വ്യക്തിയും 100 to 100 പെർഫെക്റ്റ് അല്ല. ഒരാൾക്കും ഫുള്ളി പെർഫെക്റ്റായി നിൽക്കാൻ അവരെ കൊണ്ട് സാധിക്കില്ല. പക്ഷേ തെറ്റ് ഐഡൻറ്റിഫൈ ചെയ്യുക, അത് കറക്റ്റ് ചെയ്യുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. അത് ഇന്ന് ഉമ്മാൻ്റെ സൈഡിൽ നിന്ന് കണ്ടതിൽ വളരെ വലിയ സന്തോഷമുണ്ട്. നിങ്ങൾ വീട്ടിൽ കയറ്റണമെന്നോ ആക്കണമെന്നോ അല്ല, ഈ ലോകത്ത് എല്ലാ വ്യക്തികൾക്കും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കട്ടെ, ഇഷ്ടമുള്ള ആൾക്കാരുടെ കൂടെ ഇഷ്ടമുള്ള രീതിയിൽ, ഇഷ്ടമുള്ള ഐഡൻറ്റിറ്റിയിൽ, ഇഷ്ടമുള്ള ജെൻഡറിൽ, ഇഷ്ടമുള്ള സെക്ഷുവാലിറ്റിയിൽ അവർ ജീവിക്കട്ടെ. നമ്മൾ അവരെ സ്വീകരിച്ചില്ലെങ്കിലും അവരെ തഴയാണ്ട് നിൽക്കാൻ ശ്രമിക്കാം. ഇവിടെ ഉമ്മ അവരെ സ്വീകരിക്കണമെന്നോ വീട്ടിൽ കൊണ്ടുപോയി ബിരിയാണി വെക്കണമെന്നോ ഒന്നുമല്ല നമ്മൾ പറയുന്നത്. പക്ഷെ പറയരുത്, അവരുടെ മനസ്സിലുണ്ടാകുന്ന വിഷമം ആലോചിക്കണം. എന്നാൽ ലാലേട്ടൻ അത്രത്തോളം രോക്ഷാകുലമായി സംസാരിച്ചത് ആ കുട്ടികളുടെ വിഷമം മനസ്സിലാക്കിയില്ല. ഇവൻ ഇങ്ങനൊരു വിഷയം ഉണ്ടാകുന്ന സമയത്ത് കണ്ണ് നിറഞ്ഞുകൊണ്ട് അതിലെ നോക്കിയൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഇനിയും ഈ കമ്മ്യൂണിറ്റീനെ കുറിച്ച് അറിയാണ്ട് നിൽക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അറിഞ്ഞിട്ടും അക്സെപ്റ്റ് ചെയ്യാത്ത വ്യക്തികളുണ്ടെങ്കിൽ, അത് നിങ്ങളുടെ വളരെ പേഴ്സണൽ ചോയ്സ് ആയിട്ട് പേഴ്സണലായി വെക്കുക. ഓപ്പൺ അപ്പായി പറഞ്ഞുകൊണ്ടിട്ട് ഒരാളെയും ഹേർട്ട് ചെയ്യാണ്ട് നിൽക്കുക. കാരണം ഇന്നോ നാളെയോ അത് മാറ്റി പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാം. ഇന്നോ നാളെയോ നിങ്ങളുടെ കുടുംബത്തിലും ഇതുപോലെ ഒരാൾ വരാം. ഓക്കെ, അപ്പം അതെല്ലാം മനസ്സിലാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ ബൈ.